കഴിഞ്ഞ വർഷം അഥവാ 2024 ആരംഭിച്ച നമ്മുടെ സൂപ്പർ ലീഗ് ഓഫ് കേരള SLK ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ ഒരു പുതിയ അധ്യായം കുറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികളെ മൊത്തം ഒന്ന് നെട്ടിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ്. ഇന്ത്യയിലെ ഫുട്ബോൾ സ്വപ്നം കണ്ട് വളരുന്ന ഓരോ വ്യക്തിക്കും അവരുടെ സ്വപ്നം നിറവേറ്റാനുള്ള അവസരമാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും വിദേശ ഫുട്ബോളിലേക്ക് പോകാനായിട്ട്, യൂറോപ്യൻ ടച്ച് ഫുട്ബോൾ കളിക്കാനായിട്ട് പല യുവതാരങ്ങൾക്കും അവസരം ലഭിക്കാൻ പോകുന്ന ഒരു കിടിലൻ ഓപ്പർച്യൂണിറ്റി എന്ന് വേണം പറയാൻ. നമ്മൾ പറഞ്ഞു വരുന്നത് DFBയുമായി ഒപ്പുവെച്ച് ഒരു പുതിയ കിടിലൻ കരാർ പുറത്തു കൊണ്ടുവന്ന SLKയുടെ ആ ഒരു കരാറിനെ പറ്റിയിട്ടാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് DFBയുമായി ഒപ്പുവെച്ച് ഒരു പുതിയ കിടിലൻ സഹകരണ കരാർ കൊണ്ടുവന്ന SLKയുടെ ആ ഒരു കരാറിനെ പറ്റിയിട്ടാണ്. ഈ കരാർ ആർക്കൊക്കെയാണ് ഉപകാരം ഉണ്ടാവുക, എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യൻ ഫുട്ബോളിന് ഹെൽപ്പ് ചെയ്യുക, യുവതാരങ്ങളുടെ കടന്നുവരവ് ഫുട്ബോളിലെ എങ്ങനെ വളർത്തിയെടുക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യം തന്നെ എന്താണ് DFBയുമായിട്ടുള്ള പുതിയ ഒരു സഹകരണ കരാർ എന്ന് പറയുന്നത്? 2014 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരും ഇതുവരെയായിട്ട് 4ഓളം വേൾഡ് കപ്പുകൾ കൈമുതലാക്കിയിട്ടുള്ള ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്ന പേരാണ് DFB എന്നുള്ളത്. ഈ ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് SLK സൂപ്പർ ലീഗ് ഓഫ് കേരള ഒരു സഹകരണ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ച് നടന്നിട്ടുള്ള ചടങ്ങിൽ സൂപ്പർ ലീഗ് ഓഫ് കേരളയുടെ ഡയറക്ടറും CEOയുമായിട്ടുള്ള മാത്യു ജോസഫും മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഫിറോസ് മീരാനും ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ഈ കരാർ ഒപ്പുവെച്ചത്. ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ജർമ്മനിയുടെ ലോകോത്തര ഫുട്ബോൾ പശ്ചാത്തലത്തിലുള്ള സൗകര്യങ്ങളും പ്രതിഭകളെയും വളർത്തിയെടുത്ത് ഇന്ത്യയിലും അഥവാ കേരളത്തിലും കൊണ്ടുവന്ന് നല്ല രീതിയിൽ പന്ത് തട്ടിപ്പിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ സാങ്കേതിക കൈമാറ്റങ്ങൾ പോലും നടക്കുന്നുണ്ട്, കളിക്കാരുടെ കൈമാറ്റം നടക്കുന്നുണ്ട്. അതായത് ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ നടത്താം എന്നുള്ളതാണ്. അവരുടെ ആ ഒരു ഫുട്ബോളിൻ്റെ അറിവുകളും കാര്യങ്ങളും ഇന്ത്യൻ ഫുട്ബോളിലും കേരള ഫുട്ബോളിലും വികസിപ്പിച്ചെടുക്കാൻ സാധ്യമാകുന്ന ഒരു കിടിലൻ കരാറാണ് എന്നുള്ളതാണ്. ഇനി ഇതുകൊണ്ടുള്ള ഉപകാരം, അതായത് ഇന്ത്യൻ ഫുട്ബോളിനുള്ള ഉപകാരം, സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുന്ന പല കളിക്കാർക്കും ജർമ്മനിയിലെ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനം നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. കൂടാതെ പരിചയസമ്പന്നരായിട്ടുള്ള ജർമ്മൻ ഫുട്ബോൾ പ്രൊഫഷണലുകളും അതുപോലെ കോച്ചുമാരും സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗമായി പ്രവർത്തിക്കാനും സാധിക്കുമെന്നുള്ളത്. ഇതിലൂടെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഭകളെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് കേരള ഫുട്ബോളിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. കേരളത്തിൻ്റെ ഫുട്ബോൾ പ്രേമവും ജർമ്മൻ ഫുട്ബോളിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട്, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പുതിയ നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഉടമ്പടിക്ക്, അതായത് ഈ ഒരു കരാറിന് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. യുവതാരങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുക എന്ന് വെച്ചാൽ, വിദേശത്ത് പോയിട്ട് കളിക്കണം, യൂറോപ്യൻ സ്റ്റൈൽ ഫുട്ബോൾ കളിച്ചു പഠിക്കണം എന്ന് വിചാരിക്കുന്ന പല താരങ്ങളും ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ജർമ്മൻ ഫുട്ബോൾ തട്ടാനായിട്ടുള്ള അവസരം ലഭിക്കുമെന്നുള്ളതാണ് ഈ ഒരു കരാർ കൊണ്ട്. കാരണം ഒരു ട്രാൻസ്ഫർ ആയിട്ടുള്ള ഒരു കരാർ കൂടെ ഇതിൽ ഒപ്പിടുന്നുണ്ട്. ഇതിലുപരി ജർമ്മനിയിലുള്ള പല താരങ്ങളും ഇന്ത്യയിൽ വന്ന് കളിക്കാനും സാധിക്കും. അതിലൂടെ നമുക്ക് അവരുടെ ഫുട്ബോൾ പഠിക്കാനും സാധിക്കുമെന്ന് പറയുന്നത് ഒരു വലിയ രീതിയിലുള്ള ഒരു വികസനം തന്നെ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇതേ കാരണത്താൽ തന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ നല്ല രീതിയിലുള്ള കളിക്കാരെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ, ജർമ്മൻ ഫുട്ബോളിൻ്റെ ശൈലിയിലുള്ള പല ടെക്നോളജിയും ഇവിടെ വരാനായിട്ട് സാധ്യതയുണ്ട്, കേരളക്കരയിൽ വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത്. അതായത് SLK പോലെയുള്ള നമ്മുടെ ലീഗുകളിൽ ചിലപ്പോൾ വാറ് പോലും വരാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ ജർമ്മനിയിലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചുമാർ, ജർമ്മനിയിലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള കളിക്കാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പരിശീലിപ്പിക്കാനും അവരുടെ കളി പകർന്നു നൽകാനും പ്രാപ്തരാകുമെന്ന് പറയുന്നത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും SLK എന്ന് പറയുന്ന, അതായത് സൂപ്പർ ലീഗ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ ഒരു ലീഗിൻ്റെ മാനേജ്മെൻറ്റിനെ നമ്മൾ പ്രശംസിച്ചേ മതിയാവും. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഫുട്ബോൾ പ്രേമം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഫുട്ബോൾ ആവേശം പലരിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നിങ്ങളെ തോട്ടിലുദിക്കുന്ന ഇതിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ? അതൊക്കെ ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാകും. അതിലേക്കും ബൈ.